തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ചു ഡോക്ടർ. രോഗിയുടെ ബന്ധുവുമായി ഡോക്ടർ സംസാരിക്കുന്ന ശബ്ദരേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന വിചിത്ര വിശദീകരണമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയാ പിഴവ് നേരത്തെ അറിയാമായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നുണ്ട്. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്നതാണ് ആരോഗ്യവകുപ്പ് ഇന്ന് നൽകിയ വിശദീകരണം. ശസ്ത്രക്രിയയിലെ പിഴവ് സംബന്ധിച്ച വിവരം നേരത്തെ അറിയാമായിരുന്നു. ഏപ്രിൽ മാസത്തിൽ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണവും നടത്തി. ആ അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് വിചിത്രവാദമായി തോന്നുന്നത്. 50 സെന്റിമീറ്ററോളം നീളമുള്ള ഗൈഡ് വയർ എന്നൊരു ഉപകരണം ശരീരത്തിൽ ഇരിപ്പുണ്ട്. ശസ്ത്രക്രിയയുടെ ഭാഗമായി വെച്ച് പിടിപ്പിച്ചതല്ല, അബദ്ധത്തിൽ പെട്ടുപോയതാണ്. പക്ഷേ ആ ഉപകരണം അവിടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞു വെക്കുന്നത്. 2023 മാർച്ച് 22-നാണ് ശസ്ത്രക്രിയയ്ക്കായി സുമയ്യ എന്ന 26-കാരി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ശസ്ത്രക്രിയ പൂർത്തിയാക്കി അവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ട്യൂബിൻ്റെ സാന്നിധ്യം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ ഈ വിവരം അറിയിക്കുമ്പോൾ എല്ലാം തുറന്നു സമ്മതിക്കുന്നുണ്ട് ഡോക്ടർ. നിങ്ങളൊരു പറ്റിയൊരു അബദ്ധം, വലിയൊരു സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചോളൂ. ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ന്യായീകരണവുമില്ലാത്ത വിചിത്രമായ വാദം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് സുമയ്യയുടെ കുടുംബം. നാളെ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.